നല്ല പടം. മമ്മൂട്ടി എങ്ങനെയുണ്ട്? മമ്മൂട്ടിയൊക്കെ ഉഗ്രന. നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുമല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല എക്സ്പീരിയൻസ് ആണ്. അവർ ബാക്കി അർജുന അശോകൻ അവർ രണ്ടുപേരും എനിക്ക്. പക്ഷേ അർജുന അശോകനെ പറഞ്ഞെങ്കിലും എനിക്ക് സിദ്ധാർത്ഥ വർദ്ധനെ കുറെ ഇഷ്ടപ്പെട്ടു പറയുന്നുണ്ട്. പടം ഗംഭീരമാണ്. പടം ഗംഭീരം, നല്ല പടമാണ്, അടിപൊളിയായി, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കണ്ടന്റുകൾ വരുന്നുണ്ട്. പിന്നെ ചാത്തന്മാരൊക്കെ നമുക്ക് ആരാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു. നല്ല നല്ല പടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. മറ്റു രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. അഭിനയം എല്ലാവരും നല്ലതാണ്. അതെ, നല്ല പടം, നല്ല പടം. എന്താ മമ്മൂക്ക സൂപ്പർ, അടിപൊളി. അത് കറക്റ്റാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ് അതിന്റെ രസം. എഫക്റ്റ് ഉണ്ട്. അത് അങ്ങനെ പേടിക്കാൻ അങ്ങനെയില്ല. ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. അർജുന അശോകൻ എങ്ങനെയുണ്ട്? പേടിച്ച പടം. ത്രില്ലിംഗ് ആണ്, നമ്മളെങ്ങനെ ഇരുന്നു. മമ്മൂക്ക എങ്ങനെയുണ്ട്? മമ്മൂക്ക എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഏതായാലും റിവ്യൂ കേട്ടിട്ടാണ് വന്നത്. എന്തായാലും റിവ്യൂ കണ്ടിട്ടാണ്. അതെ. എങ്ങനെയുണ്ട് സാർ? നല്ല പടം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. മമ്മൂക്ക എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമുക്ക് സൂപ്പർ. പേടിപ്പെടുത്തുന്നുണ്ടോ പടം? ഇല്ല, അത് ഭയങ്കര ത്രില്ലറാണ്. ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പഴയ രീതിയല്ലേ, പുതിയ ടെക്നിക്ക് ആയതുകൊണ്ട് എങ്ങനെയാണെന്നത് ഒരു ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാനുള്ള പടമാണ്.